ഈ 70 വർഷം കാലഘട്ടത്തിൽ ഉള്ളത് നമ്മളെ കൊണ്ട് പങ്കുവച്ചു. ഇന്നത്തെ തലമുറയ്ക്ക് മാമൻ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളതൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് കുട്ടികളും ഇപ്പോഴത്തെ ജനറേഷന് എന്താ പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത്, അഭിപ്രായം പറയൂ. ഇപ്പോഴത്തെ തലമുറൻ്റെ ചോദ്യം ചോദിച്ചു രതീഷ്. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ അച്ഛനും അമ്മനെ ബഹുമാനിക്കുക, അവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടിലായിരുന്നു അന്നത്തെ ജീവിതം. ഇന്നത്തെ മക്കൾ അന്നേക്ക് കഷ്ടപ്പാടും പരിഭവങ്ങളൊക്കെ ഉള്ള കാലഘട്ടമാണ്. ഇന്നേക്ക് കഷ്ടപ്പാടില്ല. ഏത് ജോലിക്ക് പോയാലും 1000-ൻ്റെ പുറത്തല്ലാത്ത ശമ്പളമില്ലാത്ത ജോലിയില്ല. അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ ലാവിഷായിട്ട് ഹോട്ടലിൽ കയറിയ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഇറച്ചിയുടെ 2 കറിയേ അറിഞ്ഞിട്ടുള്ളൂ. ഒന്ന് ചാറ് വെച്ച് കഴിക്കുന്നത്, ഒന്ന് വറ്റിച്ച് കഴിക്കുന്നത്. ഇന്ന് അൽഫാം പല വകയിലും, ആ പേര് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് 71 വയസ്സായി, എന്നാലും ഞാനത് കഴിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അങ്ങനെയുള്ളതാണ്. ഇന്ന് ഇറച്ചി വകയിലൊക്കെ 8-10 ഐറ്റംസും 10-20 ഐറ്റംസും ഒക്കെ ആയിട്ടാണ് ഇന്നുള്ളത്. ആ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ കഞ്ചാവിൻ്റെയും ഈ MDF എന്തോ ഒരു പൊടി കയ്യിലിട്ട് വലിക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നത് കേട്ടതാണ്. അങ്ങനെയുള്ള കുട്ടികൾ ഇന്ന് വരികയാണ്. അതിന്ന് ഒരു വിമുക്തിയായി അച്ഛനും അമ്മനെ കുടുംബത്തിനെ സ്നേഹിച്ച് അവരാണ് നമ്മൾ ഇത്രയും ഈ കുട്ടികളെ വളർത്തി ഒരു മേജറാകുന്നവരെ വളർത്തി അവർ സ്വന്തം കാലിൽ നിൽക്കാനാകുമ്പോൾ ഇതിലേക്ക് അടിമയായി പോകുമ്പോൾ ഈ അച്ഛനമ്മൻ്റെ വീണ്ടും വിചാരം എന്താണ്, അവരുടെ സങ്കടം എന്താണെന്നുള്ളത് അറിഞ്ഞ് നല്ല രീതിക്ക് പോകണം. ഈ മക്കളെ അതിൽ നിന്നൊക്കെ മാറ്റി അങ്ങനെ കൂട്ടുകാർ വല്ലവരും ഉണ്ടെങ്കിൽ അവരിനെ പോലും ഈ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ട് അവരെ തിരുത്തി നല്ല രീതിയിൽ കൊണ്ടുവന്ന് നല്ല മക്കളായിട്ട് ജീവിക്കാൻ എൻ്റെ അപേക്ഷയാണ്. ഇതൊന്ന് അംഗീകരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഈ കുട്ടികളോടിപ്പോൾ ഇതാണ് പറയാനുള്ളത്. പിന്നെ ഈ പ്രായമാകുമ്പോൾ അച്ഛനമ്മ പ്രായമാകുമ്പോൾ മക്കളൊരു തൊഴിൽ തേടുക, അവരെ സംരക്ഷിക്കുക, അവരെ നോക്കുക, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമില്ല. ഇപ്പോഴത്തുള്ള ആണുങ്ങൾ കുട്ടികളുടെ ജനറേഷൻ മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള തലമുറ പെൺകുട്ടികൾ ഇപ്പോൾ നമ്മൾക്ക് ഓരോരോ ന്യൂസുകൾ വരുന്നുണ്ട്. ഒരു ചെറിയ കുട്ടികളെ കൊല്ലണതും പിടിക്കണം, ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് എന്താ പറയാനുള്ള മാമ, ഒന്ന് നിങ്ങളുടെ അനുഭവം ഒന്ന് പറയും. ഈ ചോദ്യം വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. ഈ അച്ഛനമ്മമാർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ വളർന്ന് നല്ല രീതിയിൽ മാനം മര്യാദയോടുകൂടി നല്ല രീതിയിൽ ജീവിച്ചു വരാനും അങ്ങനെയാണ് ഈ അച്ഛനമ്മ ആശിക്കുക. ഇന്ന് മക്കൾക്ക് പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ 500 രൂപ ബുക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കണം എന്നുകൊണ്ട് കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ പൈസ വാങ്ങിക്കും. അവിടുത്തെ ബോയ് ഫ്രണ്ടുമായിട്ട് പോകും, ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കും. അവരുടെ സിറ്റുവേഷൻ, ഈ ബോയ് ഫ്രണ്ട് പറയുന്ന സംഭവം അവൻ്റെ സ്വഭാവം എന്താണെന്ന് പോലും ഇവരറിയില്ല. നല്ലൊരു മൊബൈൽ, നല്ലൊരു ബൈക്ക്, അത് 2 ഉണ്ടെങ്കിൽ അവർ എല്ലാം ആയി എന്ന് ത്യജിക്കുന്ന അന്നത്തെ ആ ചെറിയ സന്തോഷം കൊണ്ട് ഈ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് ആ ബോയ് ഫ്രണ്ടിലൂടെ പോകുന്ന കാലഘട്ടമാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അതിൽ പോയിട്ട് ഒരുപാട് നരകിച്ച് വീട്ടിലേക്കും വരാൻ പറ്റാതെ അവരുടെ വീട്ടിലേക്കും കയറാൻ പറ്റാതെ ഇരിക്കുന്ന ഒരുപടി കുട്ടികളുണ്ട്. ഈ 2 മക്കളായ അമ്മമാർ പോലും അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ എന്നാലും ഇവർക്ക് ഒരു പുനർചിന്ത, ഒരു ഉണർന്ന് അച്ഛനമ്മയാണ് ഞങ്ങൾ ഇതുവരെ വളർത്തിയാക്കിയത്, നമ്മൾ ചെയ്ത അച്ഛനമ്മയ്ക്ക് ഒരു മാനക്കേട് ഉണ്ടാവും, മാനഹാനി ഉണ്ടാവും. അതുകൊണ്ട് ഇനി നമ്മൾ ആ തരത്തിൽ പോകാൻ പാടില്ല എന്ന് ഒരു പുനർചിന്തനം നടത്തി നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ആ പുനർചിന്തനത്തിൽ വിശ്വസിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഒരു അച്ഛനും ഒരു മുത്തശ്ശനും ഒരു ജ്യേഷ്ഠനും എന്നുള്ള രീതിയിൽ എന്നെ കണ്ടുകൊണ്ട് നിങ്ങളിതിൽ ഒന്ന് തിരുന്തും നന്നായിട്ട് വരും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമ്മുടെ മാമൻ വന്ന് കുട്ടിക്കാലം തൊട്ട് ഇന്ന് 70 വയസ്സ് വരെയും 70 കാലഘട്ടം വരയ്ക്കും 70 വയസ്സ് വരയ്ക്കും നമ്മുടെ അടുത്ത് മൂപ്പൻ്റെ അനുഭവം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് ഒരു നന്ദി പറഞ്ഞിട്ട് ഷേക്കൻ കൊടുത്ത് നമ്മൾ പിരിയാണ്. താങ്ക് യു ഗൈസ്. ഓക്കെ, എന്തായാലും ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടാക്കി തന്നതിൽ വളരെ നന്ദി കേട്ടോ. ഓക്കെ, താങ്ക് യു.